ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ അത് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നന്നായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു എനർജിയുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എന്ത് ആക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് ഉടനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നു വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലേക്ക് ഓർക്കുക, പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 5 of Swords, 7 of Swords, Magician, the Fool, the Emperor, Star Energy, Page of Swords, High Priestess, Knight of Pentacles, Four of Pentacles, Two of Swords, Knight of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് Two of Wands ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ, അവസ്ഥ അത് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെങ്കിലും ആണ് ഇതിലേക്ക് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനിൽ വളരെ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ചീറ്റിംഗ് എനർജിയാണ്. ഒരു ചതിയിൽ അകപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് മാറിപ്പോയ വ്യക്തികളാണ്. നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷയോട് കൂടി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വന്ന സമയത്ത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന നല്ലൊരു സ്ട്രക്ചറിലൂടെ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ വേണം, അതായത് ഒരുമിച്ചൊക്കെ ജീവിക്കണം എന്നുള്ള ഭയങ്കരമായ പ്ലാനിങ് കാര്യങ്ങൾ എല്ലാം നടത്തിയായിരിക്കാം നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു വന്ന പോലത്തെ എനർജി തന്നെ ഇവര് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്വാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ ഇവരുടെ ഒരു സന്തോഷങ്ങൾക്കോ കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച് നിങ്ങളിൽ നിന്ന് പോയവരാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എനർജി നോക്കുവാണെങ്കിൽ ഒരു ഹൈഡിങ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവർ ഇവരുടേതായ കംഫർട്ടബിൾ സ്പേസിൽ നിന്നിട്ടായിരിക്കാം നിങ്ങളുമായ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു ലിമിറ്റിൽ കൂടുതൽ കള്ളത്തരം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. കമ്മ്യൂണിക്കേഷൻ കാർഡ് കാണിക്കുന്നുണ്ട്. തർക്കങ്ങളും വഴക്കുകളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഒരു സ്വാർത്ഥപരമായ രീതിയിൽ ഇമോഷൻസ് ഒക്കെ ഇവർ കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിലെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർ ചീറ്റ് ചെയ്തൊക്കെ മാറി നിൽക്കുന്നവരായിരിക്കും. നിങ്ങളുടെ ഒരു അറിവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജിയിൽ നോക്കുമ്പോൾ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരാണ്. അവരിപ്പോൾ ഹാപ്പി ആയിട്ടായിരിക്കാം ലൈഫിൽ നിൽക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എടുക്കുമ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചതിച്ചിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയിലെ മാനിഫെസ്റ്റേഷൻ കാർഡ് വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും ഒരു ഹാപ്പിനെസ് വേണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു കുറ്റബോധം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജി വന്നിട്ടുണ്ട്. കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വ്യത്യസ്തത കൈവന്ന് നിൽക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി എടുത്തിരിക്കുന്നത്. നിങ്ങളാണെങ്കിലും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടേതായ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു ഷോർട്ട് ടെമ്പേർഡ് ഒക്കെ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ
അതിനൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ കാര്യങ്ങളെയൊക്കെ മനസ്സിരുത്തി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ഒരു എന്താ പറയാ മെച്യൂരിറ്റി ഭയങ്കരമായിട്ട് വന്ന രീതിക്ക് സംസാരിക്കാനും ഒക്കെ നിങ്ങൾ ശീലിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു എനർജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് സ്നേഹവും കാര്യങ്ങളും ഉണ്ട്, ഇവർ തിരിച്ചു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭയം വളരെ സ്ട്രോങ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് തന്നെയായിരിക്കാം നിങ്ങൾ ആ ഒരു ഭയക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി നിങ്ങളുടെ സിറ്റുവേഷനിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണോന്നുണ്ടെങ്കിലും സ്റ്റക്നെസ് കാണിക്കുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ ഒരു റിഗ്രറ്റ് ഫീൽ കാണിക്കുന്നുണ്ട്, ഒരു ഗിൽറ്റ് ഫീൽ കാണിക്കുന്നുണ്ട്. കുറ്റബോധവും ജാള്യതയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നു നിൽക്കുന്ന അവസ്ഥ. നിങ്ങളും ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് ആരോടും ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോഴേക്കും ഇമോഷണലി നിങ്ങൾക്ക് ആരുമായിട്ട് അറ്റാച്ച്ഡ് ആവാനായിട്ട് പറ്റുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നിലധികം എന്ന് പറയുമ്പോൾ ഇമോഷൻസ് ആയിട്ടും റിലേഷൻഷിപ്പ്, വ്യക്തികൾ, ലവ് പോലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി എനർജി ആയിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയവരായിരിക്കാം. എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഹൈഡിങ് വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരാണെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കാണെങ്കിലും ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. അതിൻ്റെതായ ഒരു ഭയം, ഫിയർ കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിട്ടാണ് ഇതിനെ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു അവസ്ഥയിൽ എന്താണ് ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നും വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. കാരണം ഇവിടെ ഹോപ്പ് വന്നിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഒരു ഘടന വരാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെ രീതിയിലാണ് അവരുടെ ചിന്തകളിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഡെത്ത് ആൻഡ് റീബർത്ത്, 8 of swords, 7 of swords, 3 of swords, strength, 2 of cups, 9 of cups, empress, queen of swords, star energy, 8 of cups, knight of cups, 3 of wands, 5 of pentacles, page of cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഹെർമിറ്റ് എനർജി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയപ്പോൾ ചീറ്റിംഗ് എനർജി കണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവിടെ ഒരു ഹോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷ. അതുപോലെ ഒരുപാട് ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് അവരുടെ മനസ്സിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവർ എന്തെങ്കിലും രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ചേഞ്ചസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ വരുത്താനോ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുണ്ടോ? ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിലും വന്നിരിക്കുന്ന ഹെർമിറ്റ് എനർജി ആണ്. അപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയൊരു വ്യക്തിയാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും 3 of swordsന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മാനസികപരമായിട്ട് ഭയങ്കരമായ ഒരു തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ വളരെയധികം ഈ ഒരു സമയത്ത് വേദനിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ വേദന എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അകന്നു നിൽക്കുന്ന ഈ ഒരു സമയമാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് അടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സാമീപ്യവും ഒക്കെ അവരിപ്പോ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്, തീവ്രത മനസ്സിലാക്കുന്നുണ്ട്, കുറ്റബോധം ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിമിഷം തന്നെയായിരിക്കാം ഈ ഒരു രീതിക്ക്. അപ്പൊ എന്തായാലും നിങ്ങളെ ചതിച്ചിട്ട് പോയ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കുറ്റബോധത്താൽ നീറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല അവർ ഈ ഒരു സമയം
അവരുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ആകർഷിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്. അവരുടെ ആ ഒരു ഹൃദയമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു അടഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥതയോട് കൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഹൃദയം കൊണ്ട് ചിന്തിക്കില്ല. തല കൊണ്ട് മാത്രം, എപ്പോഴും പ്രാക്ടിക്കൽ എന്നുള്ള രീതിക്ക് മാത്രം ചിന്തിക്കുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിൽ ചിന്തിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അതിനൊക്കെ ഒരു ചേഞ്ചസ് വന്നിരിക്കുകയാണ്. ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഈ ഒരു ബന്ധത്തില് ഒരു വളർച്ച വേണം. നിന്നുപോയ ആ ഒരു സ്ഥലത്ത് നിന്നും വീണ്ടും ഇതിനെ വളർത്തിക്കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഇവരായിട്ട് തന്നെ ഇപ്പൊ എഫേർട്ട് എടുത്തിട്ട് മുന്നിട്ട് ഇറങ്ങണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം. സൈലന്റ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇവരും തമ്മിൽ നല്ല രീതിക്ക് വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഇവർക്ക് അതിൽ ഒരു സമയത്ത് ഇവർ അതൊക്കെ ഭയങ്കര ഈഗോ ഹേർട്ട് ചെയ്ത പോലെയൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പൊ അവർക്ക് ആ ഒരു ഈഗോ ഒക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. അവർ കാര്യങ്ങളെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ, എന്ന് വെച്ചാൽ തല കൊണ്ടല്ല ഹൃദയം കൊണ്ട് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. കാരണം അവർ ചെയ്ത തെറ്റിനാണ് നിങ്ങൾ അവരോട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ മനോഭാവം മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ hide ചെയ്തൊക്കെ വെച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ സ്വന്തമായിട്ട് effort എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയില് നിങ്ങളിലേക്ക് എത്ര risk എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഒരു communication നടത്താനായിട്ട് ചിന്തിക്കുകയാണ്. communication എന്ന് പറയുമ്പോൾ ഇവർ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് share ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു നിമിഷം തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് ഇവരോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാനുണ്ടായിരിക്കും. ഒരു clarity ഒന്നും ഇല്ലാതെ. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഭയപ്പാടോട് കൂടി ഇപ്പോഴും decision എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ചിലവർ നിൽക്കുന്നത്. ചിലവരുടെ case ലാണ്. ചിലവർ ചിലപ്പോൾ clarity ഒക്കെ ഉണ്ടായിരിക്കാം. ഇവർ വന്നാൽ മതി എന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങളുടെ person നിങ്ങളിലേക്ക് ഒരു തുറന്ന സംസാരത്തിന് വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് ഇവർക്ക് കുറ്റബോധം എന്ന് പറയുന്നത് ഭയങ്കരമായ strong ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. 9 of swords തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് overthink ചെയ്യുന്നുണ്ട്. ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി വേദനിക്കുന്നു. അപ്പൊ തീർച്ചയായും ഇവരുടെ life ല് ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ struggle ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു energy വന്നിരിക്കുന്നതിൽ ഇവർ financially ഒക്കെ struggle ചെയ്യുന്നതായിട്ടും physically ഒക്കെ ആണെങ്കിൽ ആരോഗ്യപരമായിട്ടൊക്കെ കുറേയധികം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതായിട്ടും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ആരോഗ്യപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും financially ആണെന്നുണ്ടെങ്കിലും ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു face ചെയ്യുന്ന സമയത്ത് ഒറ്റപ്പെടലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആരും കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടേക്കാണോ പോയത്, ഇപ്പൊ third party യിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ third party situation ഒന്നും support ചെയ്യാനില്ല. ഇവർ വീണ് കിടന്നപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് ഇവർക്കൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നത്. okay. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഒരു communication നടത്തുക എന്നുള്ളത് ഇവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ഇവർ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഒരു സമയത്ത് ഇവർ ഇവരുടേതായ ഒരു comfort zone ലും കാര്യങ്ങളിലൊക്കെ നിന്നിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോയവരാണ്. അപ്പൊ പെട്ടെന്ന് ആ ഒരു comfort zone ൽ നിന്നൊക്കെ എന്തായാലും പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. comfort zone ൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവർ തന്നെയാണ്. പക്ഷെ എങ്കിലും ഒരു tension ഉണ്ട്. കുറേയധികം ചിന്തകൾ കാട് കയറുന്നുണ്ട്. വേദനയുണ്ട്. എങ്കിൽ പോലും സത്യസന്ധത ഈ ഒരു relationship ൽ നിലനിർത്തണം. സത്യസന്ധമായിട്ട് ഇതിനകത്തൊരു വിജയം വേണം. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു ബന്ധത്തെ നോക്കി കാണുന്നത്. നമുക്ക് current situation ൽ ആ ഒരു hope കാണിച്ചായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു hope ന്റെ energy വന്നിട്ടുണ്ട്. വളരെ positive ആയിട്ട് അല്ലെങ്കിൽ വളരെ മനസ്സിൽ ഒരുപാട് expectations വെച്ചിട്ടാണ് ഇവരിപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ aim അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു relationship ലെ rebirth തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു strong bonding ലേക്ക് നിങ്ങളുടെ relationship ലെ ഒരു rebirth കൊണ്ടുവരിക. നിങ്ങളുമായിട്ട് ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു depth ലേക്ക് വീണ്ടും relationship നെ കൊണ്ടുവരണം. ഇതുവരെ ഇവർ relationship ന്റെ കാര്യത്തിൽ ഒരു രീതിക്കും action ഓ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം cheat ചെയ്തു പോയവരാണ്. പക്ഷെ ഇവർക്ക് action എടുക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവർ third party situation ൽ ആണെങ്കിൽ പോലും third party ഇവരെ കെട്ടിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവർക്ക് എപ്പോൾ വേണമെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് അവർ നീതിപൂർവമായ രീതിയിൽ നിങ്ങളിലേക്ക് വരായിരുന്നു. പക്ഷെ അവരായിട്ട് തന്നെയാണ് അത് effort എടുക്കാതിരുന്നത്. പല പല പ്രലോഭനങ്ങളിലേക്കൊക്കെ വഴങ്ങിപ്പോയവരായിരിക്കാം. ഇനിയിപ്പോൾ third party situation എന്ന് പറയുന്നത് materialistic ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ career ഓ അല്ലെങ്കിൽ financial കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊക്കെ ഒരു പ്രലോഭനത്തിലേക്ക് അകപ്പെട്ട് നിങ്ങളെ മാറ്റി നിർത്തിയവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോയ ആ ഒരു വ്യക്തി ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് തനിക്ക് നേരത്തെ തന്നെ ഈ ഒരു രീതിയിൽ
ആക്ഷൻ എടുത്ത് വരേണ്ടതായിരുന്നു. പക്ഷെ ഇവരിപ്പോ ഈ ഒരു ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർ അനുഭവിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വേദന തന്നിട്ടുണ്ടെങ്കിൽ അതിന്റേതായ വേദന ആ ഒരു പ്രൊജക്ഷൻ പോലെ അവരും ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ആ ഒരു കെട്ടുകളെല്ലാം എന്നുവെച്ചാൽ അവർ സ്വയം കെട്ടിയ അവരുടെ മനസ്സിന്റെ കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞിട്ട് അതുപോലെ അവർ ഹൈഡ് ചെയ്തിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അതെല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും അർഹമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ നൽകണം. ഈഗോ കാര്യങ്ങളൊന്നും കാണിക്കാതെ ജെന്യുവിൻ ആയിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളിലേക്ക് സ്നേഹം നൽകാനും സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങളുടെ കൂടെ ഇനി മുന്നോട്ടേക്കുള്ള ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനും സ്ട്രെങ്ത് ഒക്കെ വീണ്ടെടുത്ത് എല്ലാ രീതിക്കും ബന്ധത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനും മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുകയാണ്. ഇനിയെങ്കിലും മുന്നോട്ടേക്ക് സ്വന്തം മനസാക്ഷി അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. അതായത് നീതിപൂർവം തന്നെ പ്രവർത്തിക്കണം. സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം. ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം ഈ ഒരു ബന്ധത്തിൽ തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിൽ ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ തിരിച്ചറിയുമ്പോൾ ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് ഒക്കെ ഇവരുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ എന്താണ് ലൈഫ് അല്ലെങ്കിൽ എന്താണ് സ്നേഹബന്ധം എന്നുള്ളതൊക്കെ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭയങ്കരമായ ആഹ്ലാദിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ജേർണി മുന്നോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു രണ്ട് കപ്പിലാണെന്നുണ്ടെങ്കിലും വൈകാരികപരമായ ആ ഒരു സ്നേഹത്തിന്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്നേഹത്തെ പരസ്പരം പകുത്ത് നൽകി ലോങ് ടേം ആയിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഒരിക്കലും ഇടിയിക്കാത്ത രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യണം, ജേർണി സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായും വിട്ടുകളയുക എന്നൊരു മെന്റാലിറ്റിയിലല്ല ഇവർ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികളെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരാണെങ്കിൽ പോലും ഇപ്പൊ അവരുടെ മനോഭാവത്തിലും അവരുടെ ചിന്താഗതികളിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള കുറ്റബോധം, ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് ഒരു കുറ്റബോധം മാത്രമല്ല അവര് നെഞ്ചു പൊട്ടി കരയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവർ വളരെയധികം വേദനിക്കുന്നുണ്ട്. അവരുടെ ഹൃദയമൊക്കെ ഭയങ്കരമായിട്ട് വിങ്ങുന്നുണ്ട്. ഒറ്റപ്പെടലും ഉണ്ട്. നിങ്ങളും അവരുടെ കൂടെയില്ല. നിങ്ങളോട് അത് ചെയ്തും പോയി. അത്രയും എഫേർട്ട് എടുത്ത് രണ്ടുപേരും വന്നൊരു ബന്ധമാണ്. അപ്പൊ അങ്ങനെ വന്ന് രണ്ടുപേരും ഒരേപോലെ സ്വപ്നം കണ്ട് ഒന്നായവരായിരിക്കാം ചിലപ്പോ. ഒരുമിച്ച് മുന്നോട്ടേക്കൊക്കെ വേണം എന്നുള്ള രീതിക്ക്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇവരായിട്ട് തന്നെയാണ് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതല്ലോ, എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു കുറ്റബോധമൊക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു കഴിഞ്ഞ കാലങ്ങള് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു നല്ല നല്ല കാലങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. ഓർത്തെടുക്കുക മാത്രമല്ല എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി വീണ്ടും അതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ആദ്യ സമയത്ത് ഇവർ എങ്ങനെയാണോ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അതേ എഫേർട്ട് എടുത്ത് വീണ്ടും അതേപോലെ തന്നെ എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഇമാജിൻ ചെയ്യുകയാണ്. അതേ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇവരുടെ മനസ്സിൽ ആ ഒരു സിൻസിയർ ആയിട്ടുള്ള സ്നേഹം തന്നെ ആവണം നിങ്ങൾക്ക് നൽകേണ്ടത്. ഒരു സമയത്ത് അവർ അങ്ങനെ തന്നെയാണ് തന്നിരുന്നതും. ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് കടന്നു പോകാനായിട്ട് വന്നൊരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഒരു സ്നേഹമുള്ള പേഴ്സൺ തന്നെയാണ്. പക്ഷെ പ്രലോഭനങ്ങൾക്കൊക്കെ അകപ്പെട്ടു പോയി. സ്വാർത്ഥമായ ചിന്താഗതി കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ കുറ്റബോധം തോന്നിയിട്ട് വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനും അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ എല്ലാ രീതിയിലുള്ള പ്രകാശം അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിന്റെ ലൈറ്റ് എന്ന് പറയുന്ന നിങ്ങളാണ്, അവരുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്ന നിങ്ങളാണ് എന്നുള്ള രീതിക്കൊക്കെ ഇവർ ആക്ഷൻ എടുത്ത് വരാനുള്ള തയ്യാറെടുപ്പ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് തന്നെ ഫസ്റ്റ് വരിക എന്നുള്ള രീതിക്കാണ് കിട്ടിയിരിക്കുന്നത്. അതും തുറന്ന ഒരു സംസാരം, ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുക. നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് വേണം, നിങ്ങൾ അവർക്ക് ഒരു അവസരം കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക. അതുപോലെ സത്യസന്ധത ഈ ഒരു ബന്ധത്തിൽ നിലനിർത്തി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവരിപ്പോ പ്ലാൻ ചെയ്യുന്നത്. ഇവരുടെ മനസ്സിലുള്ള പ്ലാനിങ് ആണ് ഇവിടെ. ഇവിടെ ഒരു പ്ലാനിങ് മാത്രമല്ല വന്നിരിക്കുന്നത്, നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇവർ പ്ലാനിങ് എല്ലാം നടത്തി അവർ കാത്തു നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു അവർ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ മനസ്സിൽ ആരെയാണോ വേണ്ടത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് പറയുന്ന person ആണ് അപ്പുറത്ത് നിൽക്കുന്നത്. മറ്റാരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അതൊന്നും ഇപ്പൊ താല്പര്യമില്ല. കാരണം അവർ വളരെ passionate ആയിട്ടാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആക്ഷൻ എടുക്കാൻ നിൽക്കുന്നതും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെയാണ് ഇവർ ഓരോ സ്റ്റെപ്പുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നൊസ്റ്റാൾജിയ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞ കാലങ്ങളും അതുപോലെ അവർ സന്തോഷിച്ചിട്ടുണ്ടായിരുന്ന സമയങ്ങളും
ഇപ്പൊ അവർക്ക് വലിയ കാര്യമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളൊന്നും അല്ല നിൽക്കുന്നത്. ഞാൻ already പറഞ്ഞായിരുന്നു അവർ ഭയങ്കരമായിട്ട് struggle ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ cheat ചെയ്ത് പോയതിന് എന്തായാലും തിരിച്ചൊരു പണി എവിടെ നിന്നോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചിലവർക്ക് ചെറിയ രീതിയിലായിരിക്കാം, ചിലവർക്ക് വലിയ രീതിയിലായിരിക്കാം. അപ്പൊ എന്തായാലും അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ നീതിപൂർവ്വം ഒക്കെ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ person ഈ രീതിക്കൊക്കെ action എടുക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അവരിപ്പോ plan ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ positive ആയിട്ടുള്ള ഒരു energy തന്നെയാണ് ഈ ഒരു spread ൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു reading ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. reading നിങ്ങൾക്ക് എത്ര പേർക്കാണ് resonate ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ comment ചെയ്ത് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് resonate ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു energy യെ നിങ്ങളുടെ life ലേക്ക് positive ആയിട്ട് തന്നെ claim ചെയ്യുക. third party situation ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു third party removal ആയിട്ട് നിങ്ങൾ claim ചെയ്യുക. അപ്പൊ ഈ ഒരു സമയത്ത് reading ഉമായിട്ട് connect ചെയ്യുന്ന കുറച്ച് clues കൂടെ നമുക്ക് നോക്കിയേക്കാം. ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം, ഭരണി നക്ഷത്രം, വയനാട്, എസ് എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ, ആർ വന്നിട്ടുണ്ട്. കാർത്തിക, ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എൻ, 1988, കൊല്ലം, പൂരം, എം എന്നൊരു ലെറ്റർ, ആർ again വന്നിട്ടുണ്ട്, വീണ്ടും വന്നിട്ടുണ്ട്. ഉത്രം വീണ്ടും വന്നിട്ടുണ്ട്. ജി, ലിയോ സോഡിയാക് സൈൻ ആണ്. മലപ്പുറം, കൊല്ലം വീണ്ടും വന്നിട്ടുണ്ട്. പുണർദം, പി വീണ്ടും വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത്, 25, രേവതി, കാപ്രിക്കോൺ, 1968, കാലിക്കറ്റ്, എച്ച് എന്നൊരു ലെറ്റർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 44 എന്നൊരു നമ്പർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻസ് വെച്ചും കൂടെ നിങ്ങൾ കണക്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ നോക്കിയിട്ടുണ്ട് സിറ്റുവേഷൻ ഏത് രീതിയിലാണ് എന്നുള്ളത്. അപ്പൊ അതും കൂടെ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക, എനർജീസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.